ഇവളുടെ വിധി ഞാൻ തന്നെ പറയാ. നിങ്ങളുടെ വിധി കേൾക്കാനും അനുസരിക്കാനും എനിക്ക് താല്പര്യമില്ലെങ്കിലോ? എനിക്കും കൂടി അവകാശമുള്ള ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് ഞാൻ ഇറങ്ങാം. അതുപോലെ പ്രതാപന്റെ മുന്നിൽ പറഞ്ഞേക്കണം. അവനെ കാണുമ്പോഴേ പേടിച്ച് ബബ്ബയൊന്നും വെക്കരുത്. ഞാൻ ഫോണിലൂടെ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. അവനെ കാണുമ്പോഴേ പേടിച്ച് ബബ്ബയൊന്നും വെക്കരുത്. വളരെ വ്യക്തമായി ധൈര്യത്തോടെ ഒട്ടും പതറാതെ ചങ്കൂറ്റത്തോടെ അവന്റെ മുഖത്ത് നോക്കി സത്യം വിളിച്ച് പറയണം. സത്യം? അതെ, ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങള് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധം അവനോട് പറഞ്ഞേക്കണം. ഇത് കള്ളത്തരമാണെന്ന് അവൻ ഒരു കാരണവശാലും തോന്നരുത്. ഇല്ല മാഡം. നിന്റെ മൊഴി പോലെ ഇരിക്കും ആ പത്മയുടെ വിധി. മനസ്സിലായോ? എന്താടി നിന്ന് തല ഉലുക്കുന്നേ? ഞാൻ പറഞ്ഞതുപോലെയൊക്കെ അവന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞില്ലെങ്കിലേ നിന്നെയും നിന്റെ മുത്തശ്ശനെയും നിന്റെ കൂടപ്പിറപ്പുകളെയും ഞാനീ ഒരു വള്ളത്തിൽ കയറ്റി കായലിലേക്ക് വിടും. നിന്റെ അച്ഛനും അമ്മയും പോയതുപോലെ ആ വള്ളവും കായലിന്റെ കയത്തിലേക്ക് പോവും. മനസ്സിലായോ? മാടിയകത്തേക്ക്. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ കാര്യങ്ങൾ നീ നേരിട്ട് ചോദിക്കേ. അതിനാ ഞാൻ ഇവളെ വിളിച്ചു വരുത്തിയിരിക്കുന്നെ. സാറിനോട് ക്ഷമിക്കണം. ക്ഷമിക്കണോ വേണ്ടെന്ന് അല്പം കഴിഞ്ഞ് തീരുമാനിക്കാം. ആദ്യം അവള് വരട്ടെ. പത്മ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മനക്കിലെ ഈ പാവം പെണ്ണിനെ ഇവള് വിളിച്ചു വരുത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കെതിരെ ഇവളെ സാക്ഷിയാക്കി എന്നെ വിചാരണ ചെയ്യാനാന്ന്. നീ എന്റെ മുമ്പിൽ കിടന്ന് കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ പെൺകുട്ടിയോടാ. പറയാ, നിങ്ങളുടെ യഥാർത്ഥ പേരെന്താ? സംയുക്ത. പിന്നെ സിസ്റ്റർ പവിത്രയാണെന്ന് എന്നോട് എന്റെ ചേച്ചിയോടും കള്ളത്തരം പറഞ്ഞെന്തിനാ? ചോദിച്ചു കേട്ടില്ലേ? എന്നോട് കള്ളത്തരം പറയാൻ തന്നെ ആരാ പ്രേരിപ്പിച്ചതെന്ന്? ഇവര് കള്ളത്തരം പറയുന്നു. അംബിക പറയുന്നത് കേട്ട് മര്യാദ കേട്ട് പറഞ്ഞു. നീ ഇവിടെ നിന്ന് നേരെ നടന്നു പോവില്ല. കുരുക്കാത്ത നുണകളാ ഇവര് പറയുന്നേ. ഇവരെ കൊണ്ട് ഇവര് പറയിപ്പിക്കുന്നതാ. Stop it. ഇവരെ ഞാൻ പറഞ്ഞിട്ടാണ് ചേച്ചി ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇവരോട് ചോദ്യം ചോദിക്കുന്നത് ഞാനാണ്. അതിൽ നിങ്ങൾ കയറി ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് എന്റെ കോടതി. ഞാൻ തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രതിഭാഗം വക്കീലും ജഡ്ജിയും വിധി പറയുന്നതും. എനിക്കെതിരെ വിധി പറയാനാണെങ്കിൽ അതൊരു 24 കൊല്ലം മുമ്പേ പറഞ്ഞതല്ലേ. അന്ന് ഇവളായിരുന്നല്ലോ PP, നിങ്ങൾ ജഡ്ജിയും. നിങ്ങൾ വിധിച്ചു അപമാനിക്കലെന്ന ശിക്ഷ. ലോകത്ത് അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്ത പരപുരുഷ ബന്ധം എന്ന കുറ്റം. ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് എല്ലാം ഉപേക്ഷിച്ച് അയാളോടൊപ്പം ജീവിച്ചതിന് ചാർത്തി തന്ന കുറ്റം. നിർത്ത്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ കുട്ടിയോടാ. സിസ്റ്റർ പവിത്രയായി എന്റെ അടുത്തേക്ക് വന്നപ്പോ ഇവൾ എന്തൊക്കെ ഡിമാൻഡുകളാണ് പറഞ്ഞിരുന്നത്? പറയടി. പവിത്ര എന്നൊരു സിസ്റ്ററിനോട് വർമ്മ സാറിന് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അടുത്തുകൂടി സാറിനെ പ്രേമിക്കണം
എന്നിട്ട് സ്വത്തെല്ലാം എഴുതി വാങ്ങി ഇവർക്ക് കൊടുക്കണമെന്ന്. എന്തൊക്കെ കള്ളത്തരങ്ങൾ ഈ സ്ത്രീ പറയുന്നേ? ഇവരെ ഞാനൊന്നും മോളെ വേണ്ട, ഇതൊരു പാവാ. ഈ അംബിക എന്ന പിശാചിന്റെ ട്രാപ്പിൽ പെട്ടുപോയി. അംബിക പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞില്ലെങ്കില് ഇവളുടെ ഡെഡ് ബോഡി വല്ല റെയിൽവേ പാളത്തിലും കിടക്കും. അംബിക ഇവളെ കൊന്നുകളയും. നിർത്തടി. ഇതൊക്കെ പ്രതാപേട്ടൻ എങ്ങനെ വിശ്വസിക്കുന്നു? മിനിസ്റ്റർ ആയിരുന്ന ആളല്ലേ? മിനിസ്റ്റർ നല്ല മനുഷ്യനും കരുണയുള്ളവനൊക്കെയാണ്. പക്ഷേ പെങ്ങളുടെ തൊടലില് കുരുങ്ങിപ്പോയി. നിങ്ങളൊരു നല്ല സാമൂഹ്യ നേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമല്ലേ പ്രതാപവർമ്മ സാറേ? ആദ്യം ഈ മഹാപാവത്തെ നിങ്ങളുടെ പെങ്ങളുടെ പിടിയിന്ന് രക്ഷിക്കും. അല്ലെങ്കിലേ ഈ കൊച്ചിനെ ഈ താടക കൊന്നുകളയും. അവസാനമായി ഒരു കാര്യം കൂടി എനിക്ക് നിന്നിൽ നിന്ന് അറിയാനുണ്ട്. സിസ്റ്റർ പവിത്ര എന്ന കള്ളപ്പേര് എന്നെ ചികിത്സിച്ചത് നീയായിരുന്നോ? സംശയം വേണ്ട, ഞാൻ തന്നെ. നിന്നെ ഞാൻ അച്ഛാ, തല്ലിക്കോ. എന്ത് മനുഷ്യസ്നേഹിയാണെങ്കിലും സോഷ്യലിസ്റ്റ് ആണെങ്കിലും രക്തത്തിൽ ആ മാടമ്പിത്തരം കാണുമല്ലോ. ഞാൻ രോഗിയായി കിടന്നപ്പോ എന്തിന് നീ ആൾമാറാട്ടം നടത്തി എന്റെ അടുത്ത് കൂടി എന്നതാണ് എന്റെ ചോദ്യം. അതിനുത്തരം നമ്മുടെ മോള് പറയും. നമ്മുടെ മോളോ? ദേ, നിന്റെ മുൻകാല കഥകളൊന്നും ഞാനിവിടെ വിളിച്ചു പറയുന്നില്ല. എന്റെ സംസ്കാരം അതല്ല. അച്ഛനറിയാവോ, മരിക്കാൻ കിടന്ന അച്ഛന്റെ ജീവൻ തിരിച്ചു തന്നത് ഈ നിൽക്കുന്ന എന്റെ അമ്മയാ. മതി, ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇവളുടെ വിധി ഞാൻ തന്നെ പറയാ. നിങ്ങളുടെ വിധി കേൾക്കാനും അനുസരിക്കാനും എനിക്ക് താല്പര്യമില്ലെങ്കിലോ? എനിക്കും കൂടി അവകാശമുള്ള ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് ഞാൻ ഇറങ്ങാം. അമ്മേ, മോളെ, നിന്റെ അച്ഛനായ ഈ മനുഷ്യൻ ഈ ജന്മത്തിൽ നന്നാവാൻ പോകുന്നില്ല. ദേ, ഈ യക്ഷി ഈ മനുഷ്യന്റെ ചോര കുടിക്കും. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ഇനി ദൈവത്തിന് പോലും കഴിയില്ല. നിനക്ക് നിന്റെ അച്ഛനോടുള്ള സ്നേഹത്തെപ്പറ്റി അമ്മയ്ക്കറിയാം. അതിൽ അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.